ഹലോ മൈ ഡിയർ +2 സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ എക്സാമിങ് എത്തി. എക്സാമിന് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് മുതലേ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ ഏത് ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്, അത് ഏത് പോർഷനിൽ നിന്നാണ്, അവിടെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ചെറിയൊരു കൺഫ്യൂഷൻ അല്ല, ഒരു വലിയ കൺഫ്യൂഷൻ തന്നെ നിങ്ങളെ മനസ്സിലുണ്ടാവും. അപ്പൊ അതൊന്ന് എന്നെ കൊണ്ടാവുന്ന വിധം ഒന്ന് ക്ലിയർ ആക്കി തരാനാണ് ഞാൻ വന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്ററിനാണ് ഏറ്റവും വെയിറ്റേജ് കൂടുതൽ നിങ്ങൾക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെ 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 4 to 6 ആണ്. നമ്മളിപ്പോ 80 മാർക്കിന് എതിരെ 60 മാർക്കിന്റെ മാർക്കാണല്ലോ നമുക്ക് എടുക്കല്. സോ 20 മാർക്ക് അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. ആ 20 മാർക്കിൽ ചില 2 മാർക്കൊക്കെ എക്സ്ട്രയിൽ വരും, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ വരും. അപ്പൊ 4 to 6 മാർക്കിനായിരിക്കും തരുക നമുക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ 4 to 6 മാർക്ക്. അപ്പം അതിൽ മെയിൻ ആയിട്ട് വരും എന്താണ്, ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഇതാണ് നമ്മുടെ സിമെട്രിക്, ട്രാൻസിറ്റീവ്, അതേപോലെ ഇക്വലൻസ് റിലേഷന്, റിഫ്ലെക്സീവ്. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കും. അതിൽ നിന്ന് എന്താക്കും 1-2 മാർക്കിന് വരാം. പിന്നെ ഫംഗ്ഷൻസിന്റെ ഓർമ്മയുണ്ടല്ലോ, ഫംഗ്ഷൻസിന്റെ എന്താണ്, ഫംഗ്ഷൻസിന്റെ 1-1, 1-2, ബൈജക്റ്റീവ്, അതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് എന്താ കോമ്പോസിറ്റ് ഇൻവേർട്ടഡ് ഫംഗ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നും ഏകദേശം 2 മാർക്കിനൊക്കെ വരും. അപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സെറ്റ്സിന്റെ റിലേഷന് പറയുമ്പോഴും ഫംഗ്ഷൻ പറയുമ്പോൾ ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. 4 to 6 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ടോ. ഇനി അടുത്ത രണ്ടാമത്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഇതിന് 3 മാർക്കാണ് വരുന്നത്. 3 മാർക്ക്, 3 to 6 മാർക്ക് വരെ ഇതിനും ചോദിച്ചിട്ടുണ്ട്. 3 to 6 മാർക്കിന് വരെ ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനും പിന്നെ ഒരു 1 വേർഡും വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ 3 to 6 മാർക്ക് വരെ. ഇതിൽ വലുതായിരുന്നില്ല. ഫൈൻഡ് ദ റേഞ്ച്. നമ്മുടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഒക്കെ റേഞ്ച് ഇല്ലേ, ആ റേഞ്ച് 1 വേർഡിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എത്രയാണെന്നുള്ള ഒരു എന്താക്കുക, ആ ഒരു വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാലോ. പിന്നെന്താണ് സിംപ്ലസ്റ്റ് ഫോം, ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ തന്നിട്ട് അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, ഒരു π/4 + x/2 എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നില്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x + √, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്തി. അതിനൊക്കെ എത്രയാണ് ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ഒക്കെ ചോദിക്കുകയാണ് ഡയറക്റ്റ് 3 മാർക്കിനൊക്കെ ചോദിക്കും. ഈ പ്രിൻസിപ്പൽ വാല്യൂം റേഞ്ച് ഒക്കെയാണ് 1 വേർഡിനും 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളത്. ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് മക്കളെ മെട്രിസസ് ആണ്. 6 മാർക്കിനാണ് ഇവിടെ നിന്ന് ചോദിക്കല്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. 6 മാർക്കിന് ചോദിക്കാനുണ്ടോ വെച്ചാൽ നല്ലോണം ഉണ്ട് 6 മാർക്കിന് ചോദിക്കാൻ. ഇതിലെ മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് മെട്രിസസ് നമുക്ക് ഇതിന്റെ 1 വേർഡിലാണ് വരിക. കോളം മെട്രിസസ്, റോ മെട്രിസസ്, അങ്ങനത്തെ നള്ള്, ഐഡന്റിറ്റി മെട്രിക്സ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ വരും, നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സ് വരും, 1 വേർഡ് വരും. പിന്നെ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സിൽ മക്കളെ ഈ മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, മൾട്ടിപ്ലിക്കേഷൻസും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. ബിക്കോസ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡിഷൻ 3a + b, ഒരു a എന്നുള്ള മെട്രിക്സും ഡിഫൈൻ ചെയ്യും, b എന്നുള്ള മെട്രിക്സും ഡിഫൈൻ ചെയ്യും, 3a + b ഒക്കെ കാണാൻ പറയും. അതേപോലെ തന്നെ ab കാണാൻ പറയും, മോഡുലസ് ഓഫ് ab, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറയും. ഇതിൽ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സിന്റെ കേസിൽ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ട്രാൻസ്വേഴ്സ് ഓഫ് മെട്രിക്സ് അറിയാലോ, ട്രാൻസ്വേഴ്സും കാര്യങ്ങളും അതിൽ തന്നെ അധികം മാക്സിമം 2 മാർക്കിനൊക്കെയാണ്. ഈ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് എന്നാണ് 4 മാർക്കിനൊക്കെ ചോദിക്കാറ്. ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. പിന്നെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മെട്രിക്സ് വന്നിട്ട് അതിനെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ സോറി 2 സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക് മെട്രിക്സിന്റെ അഡിഷൻ ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയലുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ അത് 4 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കാറ്, 4 മാർക്കിന്. പിന്നെ ഇൻവേർട്ടിബിൾ മെട്രിസസ് അത് അധികം ചോദിക്കാറില്ല, കുറവാണ്, ആ ഒരു ചാൻസസ് കുറവാണ്. എന്നാലും നമ്മൾ നോക്കിക്കണം. മെയിൻ ആയിട്ട് ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ് ആൻഡ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ 2 മെട്രിക്സിന്, അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും അഡിഷൻ ആയിട്ട് എന്താക്കുക, ആ മെട്രിക്സിനെ കാണിക്കുക. അതാണ് ഇതിന് 4 മാർക്കിന് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നടത്തി. പിന്നെ അതേപോലെ തന്നെയാണ് ഡിറ്റർമിനൻസിനും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിറ്റർമിനൻസിനും പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പ്രതീക്ഷിക്കാൻ 6 to 8, 9 മാർക്കിന് വരെ ചോദിച്ച ടൈം 6 to 9 മാർക്കിനുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഡിറ്റർമിനൻസ് കാണാൻ, അത് ഏതാണ്, 3/3 ആണ് നിങ്ങൾക്ക് ചോദിക്കാറ്. 3/3 ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു മക്കളെ. ബിക്കോസ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് എന്താണ് എളുപ്പമാണ്. അത് 3/3 കാണിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിന് 4 മാർക്കിനൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അറിയാലോ, x1 y1 z1, അതേപോലെ x2 y2 z2 1 1 1 1 ഡിറ്റർമിനന്റ് കാണുന്നത്
അതെത്ര മാർക്കിന് ചോദിക്കും? 3 മാർക്കിന് ചോദിക്കും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് നിങ്ങൾക്ക് 5 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട്. മിനിമം 4 മാർക്കിന് മൈനസും കോഫാക്ടറും ഒക്കെ ഇതൊക്കെ ഉള്ളൂ. ഈ അതിനകത്ത് അഡ്ജോയിന്റും ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ഒക്കെ എന്താണ് 4-5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഒരു 1 വേർഡ് ആയിട്ട് ചോദിക്കുക. അപ്പം അഡ്ജോയിന്റ് ഇൻവേഴ്സ് ഒക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മേലത്തെ 2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. മെയിൻ ആയിട്ട് അഡ്ജോയിന്റ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ഒക്കെയാണ് അധികവും ചോദിക്കാറ്. അഡ്ജോയിന്റ് കാണാൻ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എന്തെല്ലാം കാണണം? അഡ്ജോയിന്റ് കാണണം, ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്, എല്ലാം കാണണം. അപ്പം അതാണ് അതും ചോദിക്കാം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ്, x = a ഇൻവേഴ്സ് ഓഫ് b ഇല്ലേ നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻസിനെ, ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻസിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റും. സോ ഈ ഒരു പോർഷൻസ് ആണ് നമുക്ക് എന്ത് ഡിറ്റർമിനൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുക. പിന്നെ അടുത്താണ് മക്കളെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമ്മുടെ കാൽക്കുലസിന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ചാപ്റ്ററിൽ മുക്കും മൂലയും നമ്മൾ എടുത്തു പഠിക്കണം. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ ആണ് കാൽക്കുലസിന്റെ സ്റ്റാർട്ടിങ്. അങ്ങോട്ട് വരുന്ന ഒരു 30 മാർക്കിന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ബിക്കോസ് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നൂല് പോലെ എടുക്കാം. ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നൂല് പോലെ എടുക്കാം. ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കണ്ടിന്യൂറ്റി ആണ് മക്കളെ. കണ്ടിന്യൂറ്റി ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൂടി കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കണ്ടിന്യൂറ്റി. അതേപോലെ തന്നെ എന്താണ് ലിമിറ്റ് എക്സ്റ്റാൻസ് ടു അറിയാലോ, ലിമിറ്റ് എക്സ്റ്റാൻസ് ടു സി f of x is equal to f of c ഇത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആ ഒരു കാര്യം ഓർക്കണേ. പിന്നെ ഡിഫറൻഷ്യബിലിറ്റി അറിയാലോ, ഇതാ d/dx x raised to n എന്നാണ്, x raised to n - 1 nx raised to n - 1 ആ ഒരു കാര്യം അപ്പോഴും മൈൻഡിലാണ്, കാരണം അധികം ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നുണ്ട്. സോ ഡിഫറൻഷ്യബിലിറ്റി. പിന്നെ എക്സ്പോണൻഷ്യൽ ലോഗരിതം ഫംഗ്ഷൻസ് വലുതായിട്ട് ചോദിക്കില്ല. അതിന്റെ എന്ത് ചോദിക്കും? ഡിഫറൻഷിയേഷൻ ചോദിക്കാറുണ്ട്. അത് തന്നെ പാരാമെട്രിക് ഫോം ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസസ് കാണുന്നത്. കാരണം ഡിഫറൻഷ്യബിലിറ്റിയിൽ ഏറ്റവും നല്ലതായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് പാരാമെട്രിക് ഫോംസ് ആണ്. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണൽ കുറവാണ്, വന്നു കഴിഞ്ഞാൽ 2-3 മാർക്കിനുള്ളിൽ. ഇതിൽ മെയിൻ ആയിട്ട് കണ്ടിന്യൂറ്റിയും അതേപോലെ തന്നെ ഒരു ഡിഫറൻഷ്യബിലിറ്റി കാണാനും ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷന്റെ പാരാമെട്രിക് ഫോംസ്, ഇതാണ് ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ മക്കളെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 5 മാർക്കിന് ചോദിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ ആണ്. മാക്സിമ ആൻഡ് മിനിമയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലക്കാണ്. ബിക്കോസ് 3 മാർക്ക് 4 മാർക്കിന് ആ ക്വസ്റ്റ്യൻ വരിക. ഇല്ലെങ്കിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആയിരിക്കും. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ക്വസ്റ്റ്യൻ വരില്ല എന്ന് ഞാൻ പറയില്ല, വരും. പക്ഷെ മറ്റതിനേക്കാൾ സാധ്യത കുറവാണെന്ന് ഞാൻ പറയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിക്ക്. സോ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനും മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന 6 ചാപ്റ്റേഴ്സിലെ വെയിറ്റേജ് എന്നത്. 5 to 8 മാർക്കിന് ഇവിടുന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പറയാൻ പറ്റും 5 to 9 മാർക്കിന് വരെ എന്തുണ്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. 5 to 8 മാർക്ക് വരെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. സോ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാക്സിമം ആൻഡ് മിനിമം, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന നമ്മുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലുള്ള പാർട്ട് 2 വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.